നമസ്കാരം. മലയാള സിനിമാ ലോകത്തെയും അമ്മ സംഘടനയും മാറ്റിമറിക്കുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ് ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ച് ജെംസ് കോളേജിലെ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് ചോദിച്ചു നോക്കാം. ഈയിടെ പുറത്തുവിടപ്പെട്ട ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? അത് ഇപ്പം മലയാളം ഇൻഡസ്ട്രിയിൽ ഉണ്ടായ ഓൾ സെക്ഷൽ അബ്യൂസ്, വെർബലി അബ്യൂസ്, അതിൻ്റെ ഒക്കെ മുന്നേ മുതലേ ഉണ്ടായിരുന്നത്. അതിൻ്റെ റിപ്പോർട്ട് ഇപ്പോഴാണ് പുറത്തു വന്നത്. സോ അതിൻ്റെ ഒരു വലിയ വിവാദമാണ് ഇപ്പം നടക്കുന്നത്. കമ്മിറ്റി റിപ്പോർട്ട് എന്നുള്ളത് വളരെ റിലവൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഇപ്പോഴല്ല വരുന്നത്, ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ് എന്ന് വെച്ചെങ്കിൽ ആക്ച്വൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഹാസ് ടു കം ഔട്ട്. അതിപ്പോഴും വന്നിട്ടില്ല. ഒരുപാട് ഡിലേ ആയിട്ടാണ് ഈ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിനും വിവരം കേൾക്കുന്നത് എന്താ വെച്ചെങ്കിൽ മെനി പോർഷൻസ് ഹാവ് ബീൻ റിമൂവ്ഡ്. ഇതിൽ ആരാണ് ഇൻവോൾവ് എന്നുള്ളതല്ല, ഈ ഒരു വസ്തുത കാര്യമായിട്ട് ഒരിക്കലും സംഭവിക്കാത്തതാണ്. ഇതിപ്പോൾ കേരളത്തിലെന്നല്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ സംഭവം കേരളത്തിൽ മാത്രമേ നടക്കുന്നുള്ളൂ എന്ന്. എൻ്റെ അഭിപ്രായത്തിൽ മറ്റുള്ള ആക്ടേഴ്സും പല സ്റ്റേറ്റ്സെന്നും പറയുന്നത് പല സ്ഥലത്തും ഇതുമാതിരി നടക്കുന്നുണ്ടാവും. അത് ഒരിക്കലും എൻകറേജ് ചെയ്യാൻ പാടില്ല. വൈ ദ ലേഡീസ് ആർ ബീയിങ് ട്രീറ്റഡ് ലൈക്ക് ദാറ്റ് ഫോർ ഗെറ്റിംഗ് എ ചാൻസ് ഓർ എൻ ഓപ്പർച്യൂണിറ്റി ഇൻ ദ ഫിലിം വേൾഡ്. അതുകൊണ്ട് ഇത് വളരെയധികം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. ആൻഡ് ദ ജസ്റ്റിസ് ഷീ ഹാസ് ടേക്കൺ ലോട്ട് ഓഫ് പെയിൻ. ഒരുപാട് പേര്, പിന്നെ ഈ വക സംഗതികൾ പൊതുവേ ആരും പുറത്തു പറയില്ല, പക്ഷെ അവർ വളരെയധികം ബുദ്ധിമുട്ടിയിട്ടാണ് ഒരുപാട് ഇൻഫർമേഷൻ. പിന്നെ നമ്മുടെ ഫിലിം ഇൻഡസ്ട്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ടോപ്പ്. യെസ്റ്റർഡേ മോഹൻലാൽ സെഡ് ഐ ഹിയർഡ് എവറിഥിങ്. ഇറ്റ് ഈസ് വെരി ട്രൂ. ഈ ഫിലിം ഇൻഡസ്ട്രിയെ നമ്മളെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യരുത്. കാരണം ഇതിൻ്റെ പേരിൽ ഒരുപാട് പേര് ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻറ്റയർ ഫിലിം ഇൻഡസ്ട്രി ഓൾ ആർ ബ്ലാക്ക് ലിസ്റ്റഡ്? നോ. Maybe if you are involved, and that too it is now under inquiry. We do not know what is the fact. See, ഇപ്പൊ നമ്മൾ ഒരു സ്നേഹത്തിൽ ഒരാളെ maybe 5 years before or maybe 1 year before or ടച്ച് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്പോസ് ഇറ്റ് വിൽ ബി എ ഫാദർലി അപ്രോച്ച്, ഇറ്റ് മേ ബി എ സിസ്റ്റർലി അപ്രോച്ച്, അതായിരിക്കും. പക്ഷെ ഈ സമയത്ത് അതിന് വേറെ വിധത്തിൽ ഇന്റർപ്രറ്റ് ചെയ്യണമെന്ന് എനിക്കറിയൂ, ആർക്കും അറിഞ്ഞുകൂടാ. അപ്പൊ അതുകൊണ്ട് എൻക്വയറി റിപ്പോർട്ട് പുറത്തു വരുന്നത് വരെ പിന്നെ ദർ ഈസ് നോ പ്രൂഫ് ഫോർ ദാറ്റ്. അപ്പൊ നമുക്ക് ഫാക്ട്സ് അറിയില്ല. പക്ഷേ അതൊരു ഫാക്ട്സ് ആണെങ്കിൽ ഇറ്റ് ഈസ് വെരി വെരി ബാഡ്. ഇപ്പൊ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മാതിരിയുള്ളത് മറ്റുള്ള സ്റ്റേറ്റ്സിലൊന്നും ഉണ്ടായിട്ടില്ല. നൗ ഇറ്റ് ഈസ് ഗോയിങ് ടു സ്റ്റാർട്ട്. എവറി സ്റ്റേറ്റ്സ് ഇറ്റ് ഈസ് ഗോയിങ് ടു സ്റ്റാർട്ട്. പിന്നെ ഇവരെല്ലാവരും ഇതിനെ പറ്റിയിട്ട് ഇപ്പൊ ആസ് എ പേഴ്സൺ ഐ ആം നത്തിങ് റിലേറ്റഡ് ടു ദി ഫിലിം വേൾഡ്, ബട്ട് ഞാൻ ജനറൽ ഇൻഫർമേഷൻ വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഏതെല്ലാം ആൾക്കാർ ഈ ഫിലിം ഇൻഡസ്ട്രീസിലുണ്ടല്ലോ അവരെല്ലാം അതിൻ്റെ അഭിപ്രായം തുറന്നു പറയണം. ഒരിക്കലും നമ്മൾ ഹൈഡ് ചെയ്യാൻ പാടില്ല. നമ്മുടെ ഒപ്പീനിയൻ എന്താണ് അത് ഓപ്പൺ ആയിട്ട് പറയണം. അന്ന് രണ്ടാമത് ഇതാരൊക്കെയാണ് സംഭവിച്ചു എന്ന് പറഞ്ഞു വെച്ചെങ്കിൽ അവരെ ഒരു ബാഡ് ക്രൈറ്റീരിയ ഒരു ക്ലാസിഫിക്കേഷനിൽ കൊടുക്കരുത്. കാരണം അവർക്ക് ഇത്രയും ടൈമിൽ ഒരു ചാൻസ് കിട്ടിയില്ല, അത് ഓപ്പൺ ആയിട്ട് പറയാം. നൗ ദേ ആർ വെരി ബോൾഡ് ഇനഫ് കമ്മിങ് ഫോർവേഡ് ആൻഡ് ടെല്ലിങ്. Yesterday or day before yesterday, some good actress, she acted in Malayalam movie from Tamil Nadu. She said many things are happening in the vehicle where they are going for all sort of things. It may be true. No, what is the proof to show? ആ സമയത്ത് അവർ റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ? അവരുടെ വീഡിയോ ഉണ്ടോ? ഇല്ല. പക്ഷെ അവര് ഇത്രയും 10-40 കൊല്ലം ഫിലിം ഇൻഡസ്ട്രിയിൽ സംസാരിച്ച ഒരു സ്ത്രീയാണ് ഓപ്പൺ ആയിട്ട് പറയുന്നത്. അവർക്ക് അത്ര ഗട്ട്സ് ഉണ്ട്. അതുമാതിരി നമ്മുടെയും കേരളത്തിലും ഫിലിം ഇൻഡസ്ട്രീസിൽ ഇതുമാതിരി ഇപ്പോഴാണ്. ഇപ്പം ശാരദ ഓപ്പണായിട്ട് പറയുന്നുണ്ട്, ഷീല ഓപ്പണായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ദിസ് വിൽ ബി ഗോയിങ് ടു ബി എ ചെയിൻ റിയാക്ഷൻ. അപ്പോൾ എല്ലാ ഫാക്റ്റും പുറത്തു വരും. ആൻഡ് ടുഡേ ആൻഡ് ടുമാറോ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എ വെരി ഗുഡ് സൈൻ. ഇതിനെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഫിലിം ഇൻഡസ്ട്രിയെ ടോട്ടലായിട്ട് ബാധിക്കാൻ പാടില്ല. പ്ലസ് അനദർ തിങ് ഈസ് ദാറ്റ് mass media should not give that much of importance to only one point. അതിൽ കൊടുക്കരുത്. 2 സെക്ഷനും നമ്മൾ എടുക്കണം. You have to bring the film industry of Kerala at the topmost level. കാരണം നമ്മുടെ ഫിലിംസ് എന്ന് പറയുന്നത് ഈവൻ ഡോക്യുമെന്ററി ഫിലിംസ് brought out by Kerala, people from Kerala, people like the multimedia and other people, it's coming up very high level. ഇന്റർനാഷണൽ ലെവലിൽ വരുന്നുണ്ട്. നമുക്ക് ഓസ്കാർ അവാർഡൊക്കെ കിട്ടിയതാണ്. അപ്പം അതുകൊണ്ട് അതിനെ ഒരിക്കലും ഡൗൺ ചെയ്യാൻ ഒരിക്കലും പാടില്ല. സോ വാട്ട് വി ഷുഡ് ഡു, വി ഷുഡ് വെയിറ്റ് ആൻഡ് സീ വാട്ട് ഈസ് ദ ഔട്ട്കം.
if the outcome, still I feel that outcome is going to be very positive and good for the film industry of Kerala in particular and in overall the country in general. That's it. പ്രതീക്ഷിക്കാത്ത നടന്മാരാണ് പുറത്തു വന്നത്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ദിലീപിനെ മാത്രമല്ല അവരെ ഒറ്റപ്പെടുത്തി ഈ കേസ് തന്നെ ഓന്റെ മേലെ തന്നെ ചുമത്തിയതിലായിരുന്നു. ഇപ്പോഴാണ് കാര്യങ്ങളൊക്കെ പുറത്തു വന്നതും. അത് നമ്മളെ സിനിമാ ലോകത്ത് അല്പം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ തന്നെയാണ് ആ റിപ്പോർട്ട് പുറത്തു വന്നത്. തെറ്റ് ചെയ്തവർക്കെതിരെ കർശനമായ നടപടി എടുക്കണമെന്നാണ് എനിക്ക് അഭിപ്രായപ്പെടാറ്. ആര് ഭരിച്ചാലും മുഖം നോക്കാതെ ഇങ്ങനത്തെ തെറ്റുകൾ കേരളം പോലെ ഇന്ത്യ പോലെ ലോകത്തോടെ ആവർത്തിക്കാൻ പാടില്ല. കർശനമായ നടപടി സ്വീകരിക്കണം. ആരും മറച്ചു വെച്ചാലും അത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഒരുപാട് പ്രശ്നങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പല രീതിയിൽ പറയുന്നുണ്ട്. സോഷ്യൽ മീഡിയയാണ് ഇതിനൊക്കെ പ്രധാനപ്പെട്ട ഒരു സോഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഭൂരിഭാഗം ആളുകളും കൂടുതൽ കാണുന്നത് സോഷ്യൽ മീഡിയകളിലാണ്. അല്ലാതെ നമുക്ക് വേറൊരു എവിഡൻസോ പ്രൂഫോ ആയിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും അതിന് ഇല്ല എന്നുള്ളതാണ്. പിന്നെ ഇപ്പോൾ ഇന്നലെ ലേറ്റസ്റ്റ് ആയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ റീമ കല്ലിങ്കൽ, ആഷിഖ് അബു എന്നൊക്കെ ഓരോ പേരെടുത്ത് പറഞ്ഞ് കുറേ ആളുകൾ ഡ്രഗ് മാഫിയ. അപ്പോൾ അതോടൊപ്പം തന്നെ വന്ന പുതിയൊരു ഇഷ്യൂ ഡ്രഗ് എന്നുമായി ബന്ധപ്പെട്ട് അപ്പോൾ സിനിമയും ഡ്രഗ്സുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ട് എന്നുള്ള രീതിയിലൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ് ഇതിൻ്റെ മാർക്കറ്റിംഗ് എന്നുള്ള രീതിയിൽ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രശ്നങ്ങൾ ഇതുമായിട്ട് ഉണ്ടാവുന്നുണ്ട്. ആളുകൾക്ക് ഇടയിൽ സിനിമയുടെ ഒരു അധിനിവേശം എത്രത്തോളം ഇത് നിങ്ങൾക്ക് തന്നെ അറിയാം. അപ്പോൾ അതോടൊപ്പം തന്നെ ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഇതിന് കാരണമാകുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാൻ. നമ്മുടെ സ്ത്രീ സുരക്ഷ ഇവിടെ ഉറപ്പാവുന്നില്ല. അപ്പം സ്ത്രീകൾ എല്ലാ ഭരണകൂടം എല്ലാതും ഒരുപോലെയാണ്. ആരെയും നമ്മൾ തമ്മിൽ പഴിചാരല്ല. അപ്പം സ്ത്രീ സുരക്ഷ ഉറപ്പാക്കാത്തത് കൊണ്ട് മാത്രമാണ് സ്ത്രീകളെ ഹേമ കമ്മിറ്റീനെ അടുത്ത് പരാതിയുമായിട്ട് ചെന്നിട്ടുള്ളത്. അപ്പം ഹേമ കമ്മിറ്റിയിൽ വിശ്വാസം ഉള്ളത് കൊണ്ടാണ് സ്ത്രീകൾ അതിനെ നേരിട്ടത്. അപ്പോ പോലീസും സർക്കാരിനും വിശ്വാസം ഇല്ലാന്നാണോ? സ്ത്രീകൾക്ക് അത്രയും വിശ്വാസമില്ലായ്മ ഉള്ളത് കൊണ്ട് ആണോ കമ്മിറ്റി വന്നപ്പോ ഇങ്ങനെ ഒരു റിപ്പോർട്ട് രൂപീകരിക്കേണ്ടി വന്നത്? പോലീസിനും സർക്കാരിനും 100% വിശ്വാസം ഇല്ല എന്നല്ല പറഞ്ഞെങ്കിലും ഓരോരോ എക്സാമ്പിളുകളിൽ നമുക്ക് കൃത്യമായ നീതി കിട്ടുന്നില്ല. ആ നീതി ഉറപ്പാക്കാൻ വേണ്ടി മാത്രമാണ് ഹേമ കമ്മിറ്റിയിലേക്ക് സമീപിച്ചിട്ടുള്ളത്. അതാണ് യാഥാർത്ഥ്യം. അപ്പോ ഇനി മലയാള സിനിമാ ലോകത്ത് സ്ത്രീകൾ അഭിനയിക്കാൻ മുമ്പോട്ട് വരുന്നതിന് അവർക്ക് എത്രത്തോളം അത് ഈ ഒരു ഇഷ്യൂ എഫക്ട് ചെയ്യും എന്നുള്ളതിനെ കുറിച്ച് എന്താ അഭിപ്രായം? കുറെ പുതിയ തലമുറ ചിലപ്പോൾ ഇതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കുമ്പോൾ മുഴുവനായും അവരുടെ കലയുടെ വാസന നമ്മുടെ പുറം ലോകത്തെ കാണിക്കാൻ അവരുടെ ഉള്ളിൽ കല ഒതുങ്ങി നിൽക്കുന്നുണ്ടെങ്കിലും പുറം ലോകത്തേക്ക് വരാൻ കുറച്ച് ജാള്യത പ്രകടിപ്പിക്കും. അത് ഈ ഹേമ കമ്മീഷനെ കൊണ്ട് പൂർണ്ണമായും എല്ലാവരിലും കൃത്യമായ വിശദീകരണം കിട്ടും എന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്ത്രീകളുടെ ഒരു കാഴ്ചപ്പാട്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പൊ ഈ കത്തി നിൽക്കുന്ന ഒരു ടൈമിന് മുമ്പ് വയനാട് ദുരന്തം അതേപോലെ അർജുന്റെ കേസും നല്ല കത്തി നിൽക്കുന്ന ഒരു ടൈമായിരുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് ഈ ഒരു റിപ്പോർട്ട് പുറത്തു വിട്ടതിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? അത് ഈ സമയത്ത് പ്രത്യേകമായിട്ട് പുറത്തു വിട്ടതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് സ്വാഭാവികമായിട്ടും ആ റിപ്പോർട്ട് പുറത്ത് വരേണ്ട ഒരു സമയമായി പുറത്തു വിട്ടു. പക്ഷെ അത് പുറത്തു വിട്ടത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ സമൂഹത്തിലുള്ള വലിയൊരു പ്രശ്നം, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് പിന്നെ സാമൂഹ്യ രംഗത്തും അതുപോലെ സാമ്പത്തിക രംഗത്തും ഒക്കെ സ്ത്രീകൾക്കെതിരായിട്ട് നടക്കുന്ന ചൂഷണം സമൂഹത്തിൽ നല്ല രീതിയിലൊരു ഡിസ്കഷൻ ആവാൻ വേണ്ടിയിട്ട് അത് സഹായിച്ചിട്ടുണ്ട്. അത് ഗുണപരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിനെതിരായിട്ടൊരു പൊതു അഭിപ്രായം ഉണ്ടാകും എന്നാണ് തോന്നുന്നത്. 2008 2013 നടന്ന റിപ്പോർട്ട്സ് ആണ് ഇപ്പൊ 2024 പുറത്തു വരുന്നുള്ളത്. അപ്പോ അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഇപ്പൊ ഇത് അമ്മ സംഘടനയെ മുമ്പേ അറിയിച്ചിട്ടുള്ള റിപ്പോർട്ട്സ് പലതും അപ്പോ ഒരു ആക്ഷൻ എടുക്കാതെ ഇപ്പോഴാണ് ഇത് ഇങ്ങനെ പുറത്തേക്ക് മാധ്യമങ്ങളിലേക്കും ജനങ്ങളിലേക്കും ഇപ്പൊ എത്തിപ്പെടുന്നത്. അപ്പൊ അതെന്തുകൊണ്ടായിരിക്കും ഇത്ര വൈകി? അതായത് കുറെ കാലമായിട്ട് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു പ്രശ്നമാണ് സ്ത്രീകളെ കൂടുതൽ ചൂഷണം ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പിന്നെ ഒരേ തൊഴിൽ ചെയ്യുന്ന സ്ത്രീക്കും പുരുഷനും ഒരേ കൂലിയല്ല കിട്ടുന്നത്. ഇപ്പോൾ കല്ലെടുക്കുന്ന പിന്നെ പുരുഷന് 1000 രൂപ കൂലി കൊടുക്കുമ്പോൾ അതേ ലോഡ് എടുക്കുന്ന സ്ത്രീക്ക് 600 രൂപ കൂലി കൊടുക്കുള്ളൂ. സാമ്പത്തികമായിട്ട് ചൂഷണം ചെയ്യപ്പെടുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിലുള്ള പിന്നെ വലിയൊരു പ്രശ്നം ഈ സ്ത്രീകളെ പിന്നെ ഒരു നമ്മുടെ തുല്യമായിട്ടുള്ളൊരു വ്യക്തിത്വമായിട്ട് കാണാൻ സമൂഹത്തിന് കഴിയുന്നില്ല. ഒരു പുരുഷന് തുല്യമായിട്ടുള്ള പിന്നെ സ്റ്റാറ്റസും വികാരങ്ങളും ഡിഗ്നിറ്റിയും ഒക്കെയുള്ള എനിക്ക് തുല്യമായിട്ടുള്ള ഒരാളാണ് എന്നുള്ള രീതിയിൽ കാണാതെ പിന്നെ കുറച്ച് പിന്നെ ഒരു മോശപ്പെട്ട രീതിയിൽ കണ്ട് അവരെ ചൂഷണം ചെയ്യാനുള്ളൊരു വസ്തുവാണ് എന്നുള്ള രീതിയിലുള്ളൊരു ചിന്താഗതി സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതിൽ മാറ്റം ഉണ്ടാകണം. അതാണ് സാമൂഹ്യമായിട്ടുണ്ടാകേണ്ട
ഒരു മാറ്റം വരും ഈ ഡിസ്കഷൻ്റെ ഭാഗമായിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് സ്ത്രീകൾ വളരെ ബോൾഡായിട്ട് കാര്യങ്ങൾ പറയാൻ പുറത്തേക്ക് വന്നു. അത് തന്നെ ഒരു നല്ല കാര്യമായിട്ടാണ് തോന്നുന്നത്. മുമ്പ് ഉണ്ടായതായിരിക്കും, അത് ശരിയാണ്. കുറേ കാലം സ്ത്രീകൾ മടിച്ചു നിൽക്കുകയാണ്. അത് ഈ ഫീൽഡിൽ മാത്രമല്ല പല മേഖലയിലും ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾ സ്ത്രീകൾക്കെതിരായിട്ട് നടക്കുന്നുണ്ട്. തൊഴിൽ മേഖലയിലും സാംസ്കാരിക രംഗത്തും കലാരംഗത്തും ഒക്കെ നടക്കുന്നുണ്ട്. അതില്ലാതാക്കാൻ ഗുണപരമായ ഒരു ഡിസ്കഷനാണ് സമൂഹത്തിൽ ഉണ്ടാകുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ആവശ്യമാണത്. നോക്കൂ, ഇപ്പം മലയാളത്തിൽ ഇങ്ങനെ ഒരു കമ്മിറ്റി വന്നു. അപ്പോൾ ഇപ്പോഴാണ് പലരും അവരുടെ എന്താ പറയുക അബ്യൂസിനെയും പറ്റി പലതും തുറന്നു പറയുന്നത്. അപ്പോൾ ഇവർക്ക് ഇപ്പോഴാണ് ധൈര്യം കിട്ടിയത്. അപ്പോൾ ഇതുപോലെ തന്നെ മറ്റു പല മേഖലയിലും, അതിപ്പം സിനിമ മാത്രമല്ല മറ്റു പല ഫീൽഡിലും ഇതുപോലെ തന്നെ ഒരു കമ്മിറ്റി രൂപീകരിക്കുകയാണെങ്കിൽ നമ്മൾ ഞെട്ടിക്കുന്ന പല സത്യങ്ങളും അറിയും. അപ്പോൾ ഇതുപോലെ ഈ മലയാള സിനിമയിൽ മാത്രമല്ല, മറിച്ച് നമ്മൾ തെലുങ്കിലാണെങ്കിലും ബോളിവുഡിലാണെങ്കിലും ഒക്കെ ഇങ്ങനത്തെ ഒരു കമ്മിറ്റി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് പല സത്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇത്തരം കമ്മിറ്റി എന്തായാലും വളരെ ആവശ്യമാണ് എന്നാണ് എൻ്റെ ഒരു നിലപാട്. ഇപ്പോൾ അമ്മ സംഘടന പിരിച്ചുവിട്ടിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഇഷ്യൂ കത്തി നിൽക്കുന്ന ഒരു ടൈമില് അങ്ങനെ ഒരു സംഘടന പിരിച്ചുവിട്ടതിനുള്ള അഭിപ്രായം എന്താണ്? അങ്ങനെ ഒരു കാര്യം ചെയ്തത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. കാരണം അതവർ നമ്മൾ മലയാളം ഏറ്റവും ചുരുക്കി പറയണമെങ്കിൽ തടി തപ്പി എന്നുള്ളതാണ്. കാരണം ഒരു ഇഷ്യൂ വന്നപ്പോൾ ആ ഒരു കമ്മിറ്റി പിരിച്ചിട്ട് കഴിഞ്ഞാൽ അതുമായി റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആരും ഇല്ല. പിന്നെ എല്ലാവരും കൈയൊഴിഞ്ഞ് ആരും ഒന്നും പറയാനില്ല. കേസിൻ്റെ വഴിക്ക് കോടതി രീതിയിൽ അങ്ങനെ നടന്നു പോകും. അതിൻ്റെ ഉത്തരവാദിത്വം എല്ലാ ഭാരവാഹികളും ഒഴിഞ്ഞു എന്നുള്ളത് ഭയങ്കര ഒരു എന്താ പറയുക സങ്കടകരമായ ഒരു കാഴ്ചപ്പാടാണ്. ഇതിനു മുമ്പ് വയനാട് ദുരന്തം, അർജുന്റെ കേസൊക്കെ നല്ലപോലെ മീഡിയയില് കത്തി നിൽക്കുന്ന ഒരു വിഷയമായിരുന്നു. അപ്പൊ ഇതൊക്കെ മറിച്ച് വെച്ച് ഇപ്പോ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോ പുറത്ത് വിടുന്നതിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താ? എന്തെങ്കിലും മറിച്ച് വെക്കാനുള്ള ഒരു ഉദ്ദേശം കൊണ്ടായിരിക്കുമോ ഇത് ഈ ഒരു ടൈമിൽ പുറത്തു വിട്ടിട്ടുള്ളത്? കാരണം അമ്മ സംഘടന ഇത് മുമ്പേ അറിയിച്ച കുറച്ച് റിപ്പോർട്ട്സ് ഉണ്ട്, എന്നിട്ട് ഒരു ആക്ഷൻസും എടുത്തിട്ടില്ല എന്നൊക്കെയാണ് നമുക്കിപ്പോ അറിയാൻ പറ്റുന്നത്. അത്രത്തോളം കടന്നെനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഒരു മാർക്കറ്റിംഗ് ആണ്. പല കാര്യങ്ങളും മാർക്കറ്റിംഗ് ആണ്. വയനാട് ദുരന്തമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഇതിനെ ഭയങ്കരമായിട്ട് മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ ഞാൻ പറയല്ലോ, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് ഇതിന്. കാരണം എല്ലാവരുടെ കയ്യിലും ഫോണ്, എല്ലാവരും സോഷ്യൽ മീഡിയ അഡിക്റ്റഡ് ആകുന്ന സമയത്ത്, ഇപ്പോൾ ഞാനാണെങ്കിലും ഇപ്പോൾ നമ്മുടെ സ്റ്റുഡൻസ് ആണെങ്കിലും എല്ലാവരും തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇത് വീണ്ടും വരുന്ന സമയത്ത് ഇതാണ് വരുന്നത്. ഇപ്പോൾ വയനാട് കഴിഞ്ഞു, ഇപ്പോൾ കളക്ഷനൊക്കെ ഇപ്പോഴും നടക്കുന്നത്, പക്ഷേ എവിടെയും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും വരാറില്ല. അതുപോലെ അവർക്ക് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പല ഏരിയയിലും. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് വരുന്നൊന്നുമില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു മേ ബി അത്തരം കാര്യങ്ങൾ മറക്കാനുള്ള ഒരു ഇതാണ്. കാരണം ആദ്യമേ ഒരാളെ നമ്മൾ ഇപ്പോൾ പീഡനമാണെങ്കിലും മറ്റെന്ത് കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും ഇത് ആദ്യമേ കുറേ അറിയാമല്ലോ, അതെന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ അതൊക്കെ അവർ കണ്ണടച്ചന്ന് നിന്ന് ഇപ്പോൾ അവർ കംപ്ലൈൻറ്റ് ചെയ്യുമ്പോൾ കുറേയൊക്കെ അത്തരത്തിലുള്ള കാര്യങ്ങളാണെന്ന് തോന്നുന്നു. ഇനി വരാനിരിക്കുന്ന ഒരു പൊളിറ്റിക്സിനെ കൂടി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയും കാലം ഇപ്പോൾ അമ്മ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ആളുകൾ തന്നെ ഒരുപാട് MLA MP-മാരൊക്കെ ആയി വന്നവരാണ്. അപ്പോൾ എന്താണ് അങ്ങനത്തെ ഒരു രീതിയിൽ ഇനി വരാനുള്ള എന്തോ ഒരു കാര്യത്തിനെ കൂടി മറക്കാൻ വേണ്ടിയിട്ടാണ് ഹേമ കമ്മിറ്റി ഇപ്പോൾ ഇങ്ങനെ ഒരു റിപ്പോർട്ട് പുറത്തു വരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇനി ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ സർക്കാരിൻ്റെ ഒരുപാട് ഒളി അജണ്ടകൾക്ക് മുന്നിൽ ഈ ഹേമ കമ്മിറ്റി ഇതിൻ്റെ പ്രശ്നങ്ങൾ വീണ്ടും മീഡിയ ആഘോഷിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് മറച്ചു വെക്കാനായിട്ട് സാധിക്കും എന്നുള്ളൊരു തോന്നലുണ്ട്. നമ്മളിപ്പോൾ കേട്ടത് ജെംസ് കോളേജിലെ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും പലതരം കാഴ്ചപ്പാടാണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച്. തീർച്ചയായും അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ട്. ക്യാമറാമാൻ ഷഹനോടൊപ്പം റിപ്പോർട്ടർ നെഹ്ല സൈനബ്, സൈനിങ് ഓഫ് ഫ്രം ജെംസ് മീഡിയ ഹബ്. ഇപ്പോ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്താണെന്നറിയോ? ഇതുവരെ കേട്ടിട്ടില്ല. എന്റെ ഈശ്വര, ഇത്രയും വിവരമുള്ള ഒരു മനുഷ്യനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അപ്പൊ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ അഭിപ്രായം? അതായത് കുറ്റം ചെയ്ത് പലരും ഇപ്പോ പ്രശസ്ത നടന്മാര് ആണ് മുമ്പിൽ വരുന്നത്, അവരുടെ പേരൊക്കെയാണ് സർ. ജനങ്ങൾ ഇതിലിങ്ങനെ മാറിയോടാൻ പാടില്ല സർ. പറയൂ സർ. മിനിസ്റ്റർ, ജനങ്ങൾക്ക് അറിയേണ്ട ചോദ്യങ്ങളാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഹേമ ആരാന്നറിയോ? ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട. ഹേമ കമ്മിറ്റി റിപ്പോർട്ടില് അമ്മ സംഘടനയിലുള്ള പ്രശസ്ത നടന്മാരൊക്കെ ഇതിന്റെ മുമ്പിലായി വരുന്നുണ്ട്. പക്ഷെ ഇപ്പൊ അമ്മ സംഘടന പിരിച്ചുവിട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ, ഏതൊരു വീട്ടിൽ എന്തുണ്ടായാലും ഗൃഹനാഥൻ ഓടുന്നത് ഒരു ശരിയായ കാര്യമല്ല. അതിൽ ശക്തമായ തെളിവുകളുണ്ടെങ്കിൽ അത് ഉന്നയിച്ചുകൊണ്ട് പ്രതികളെ മുന്നോട്ട് കൊണ്ടുവരിക. അതല്ല, ഇതിനെക്കുറിച്ച് ആരോപണങ്ങളാണ് ഉന്നയിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് പറഞ്ഞവരെയും മുന്നിൽ കൊണ്ടുവരാം.
മനോഹരം, ഗംഭീരം. അനന്തേട്ടാ, അളിയന്റെ കയ്യിൽ നിന്ന് ഇതുപോലെ ഒരുപാട് തത്വങ്ങൾ എനിക്ക് പഠിക്കാൻ. മോഹൻലാൽ ചെയ്തത് ഭയങ്കര ഒരു മോശത്തരാണ്. വണ്ടി പോയത് ഈ കൊച്ചു കലാകാരൻ എല്ലാവരും അഭിനന്ദിക്കും.